ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ചന്ദ്രമതി വന്നിട്ട് ഭക്ഷണം റെഡിയായില്ലേ എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. കുറച്ചും കൂടി സമയം എടുക്കുന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും ഇവിടെ നേരത്തിനും കാലത്തിനും ഒന്നും തിന്നാൻ വേണ്ടി പറ്റില്ല എന്ന് പറയണേ. അങ്ങനെ നേരത്തിനും കാലത്തിനും തിന്നണമെന്നുണ്ടെങ്കിൽ അമ്മ ജയിലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന് പറയണേ. അവിടെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കും. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ഈയിടെയായിട്ട് നിനക്ക് സംസാരം ഇച്ചിരി കൂടുന്നുണ്ട്, അത് ഞാൻ ശരിയാക്കി തരാം. അപ്പോഴേക്ക് രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ അമ്മേ, വീടാവുന്ന സമയത്ത് കുറച്ച് സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെ ആയിട്ട് വരും. വേഗം വേഗം റെഡിയാക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. അപ്പോഴേക്കും പുറത്ത് ഒരു ചേച്ചി വന്നിട്ട് രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ചെല്ലുന്നത് ചന്ദ്രമതിയാണ്. ആരാ നിങ്ങൾ എന്നുള്ള കാര്യം ചന്ദ്രമതി ചെന്ന് ചോദിക്കുന്ന സമയത്ത് രേവതിയെ വിളിക്കാൻ വേണ്ടി പറയണേ. ഞാൻ അവളെ വിളിക്കണമെന്നോ? ഞാൻ രേവതിയെ കാണാൻ വേണ്ടി വന്നതാണ്. എന്തിനാ അവളെ കാണാൻ വേണ്ടി വന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുമോ? ഒന്ന് രേവതിയെ വിളിക്കുമെന്ന് ചോദിക്കുകയാണെ. അപ്പോഴേക്ക് രേവതിക്ക് ആള് ആരാ വന്നതെന്ന് മനസ്സിലായതുകൊണ്ട് പൂവൊക്കെ എടുത്തിട്ട് കൊണ്ടേ കൊടുക്കുവാണ് കേട്ടോ. ആ ചേച്ചി ഇതാ എന്ന് പറഞ്ഞിട്ട് 10 മുളം കെട്ടിവെച്ചിട്ടുണ്ട്, 600 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ പണം മേടിച്ചിട്ട് രേവതി ഉള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് ഡി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ് ചന്ദ്ര. എന്താടി ഇവർക്കൊന്നും കടയിൽ വന്ന് പൂ വാങ്ങാൻ അറിയില്ലേ? വീട്ടിലേക്ക് എന്തിനാ വരുന്നത്? അവര് നേരത്തെ ഓർഡർ തന്നിട്ട് പോയതാണ്, അതുകൊണ്ടാണെന്ന് പറയാണേ രേവതി. പിന്നെ കോസ്റ്റ്ലി കാറല്ലേ ഓർഡർ എടുത്ത് പോവാൻ വേണ്ടിട്ട്, അത് ഡെലിവറി മേടിച്ച് പോകുന്നത് പോലെ. നീ എന്തിനാ ഈ മുല്ലപ്പൂ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്? ഉണ്ടാക്കുന്ന ഇഡ്ഡലിയിലും ദോശയിലും ഒക്കെ അതിന്റെ മണമാണെന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അപ്പോഴേക്കും രവി ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനെന്താണിപ്പോ ഇഡ്ഡലി മുല്ലപ്പൂ പോലെ ഇരിക്കണം എന്നുള്ള കാര്യം പറയാറില്ലേ? ഇപ്പൊ അത് ശരിയായി വന്നില്ലേ? ഓഹോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജമന്തിപ്പൂ ചട്നി, കനകാംബര സാമ്പാർ എന്ന് പറഞ്ഞിട്ട് വെച്ചാലോ? നിങ്ങൾ ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നൊക്കെ പറയാനിട്ട് രവിയുടെ അടുത്ത് ചന്ദ്ര. അപ്പോഴേക്ക് ഇവരുടെ സംസാരം കേട്ടിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളുടെ വ്യാപാരമൊക്കെ കടയിൽ വെച്ചോണ്ടിരുന്നാ പോരെ, ചുമ്മാ വീട്ടിൽ കയറി ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനിപ്പോ എന്ത് ചെയ്യാനാ ചന്ദ്രേ? ഓരോ കസ്റ്റമേഴ്സും ഓരോ പോലെ ഉണ്ടാവുക എന്നുള്ള കാര്യം രവി പറയുമ്പോ പിന്നെ വലിയ കസ്റ്റമേഴ്സ് അല്ലേ? അതൊക്കെ ഇരിക്കട്ടെ, നല്ല വ്യാപാരം നടക്കുന്നുണ്ടല്ലോ, കയ്യിൽ എന്തോരം പണം വെച്ചോണ്ടിരിക്കുന്നത്. പൂക്കടയ്ക്ക് നിന്റെ പേര് വെച്ചതിന്റെ രാശിയാണ് ചന്ദ്ര അതെന്നുള്ള കാര്യം രവിയും പറയണേ. പിന്നെ വലിയൊരു പേര് വെച്ചിരിക്കുന്നു. അപ്പോഴാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് കാണുന്നത്. ശ്രുതി എന്റെ പേരില് പാർലർ വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. പേരില് പാർലർ ഇല്ലല്ലോ. അപ്പോഴേക്കും രവി കളിയാക്കുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ. അതറിയാലോ, നിന്റെ പേര് തന്നെയാണോ ഉള്ളത്? അവള് മാസം മാസം സമ്പാദിക്കുന്നതിൽ നിന്ന് എനിക്ക് കാശ് തരുന്നുണ്ട്. ഇവിടെ കൊറോണങ്ങളുണ്ടല്ലോ, കടയ്ക്ക് വാടക പോലും കൊടുക്കുന്നില്ല. ഇത് കേൾക്കുമ്പോ നിന്റെ അച്ഛൻ റോഡ് കോൺട്രാക്ട് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛൻ എപ്പോഴും ആ ജോലി ചെയ്തത്. പിന്നെ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ റോഡ് പോലെ സംസാരിക്കുന്നു. റോഡ് പാത്തിലല്ലേ കട വെച്ചിരിക്കുന്നത്, അതിന് നിനക്ക് വാടക തരണോ? ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര, പ്ലാറ്റ്ഫോം എന്റെ വീടിന്റെ മുമ്പിലല്ലേ ഉള്ളത്, വീടിന്റെ മുമ്പില് കട വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് വാടകയെങ്കിലും തരണം എന്നുള്ള കാര്യം ഇവർക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയാണേ. ആ തോന്നും, നീ പോയിട്ട് നിന്റെ ജോലി നോക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടാണ് രവി. പക്ഷെ ഇത് കേട്ടുകൊണ്ടാണ് നമ്മൾ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. അച്ഛ, ഇന്ന് രാവിലെ നമ്മുടെ വീടിന്റെ മുകളിൽ കൂടെ 2 പ്ലെയിൻ പോയില്ലേ, അവര് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. കാരണം അമ്മയുടെ വീടിന്റെ മുകളിൽ കൂടെ അല്ലേ പോയിരിക്കുന്നത്, അതിനും വേണമെന്നുണ്ടെങ്കിൽ അമ്മ വാടക ചോദിക്കും. എന്താടാ നീ നിന്റെ ഭാര്യയ്ക്ക് വക്കാലത്ത് പറയണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങളുടെ പേരിൽ കടയുണ്ടെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് സമാധാനിച്ചോളൂ. കാരണം നിങ്ങളുടെ പേരിൽ ആ കട മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് രവി എന്ന് പറഞ്ഞിട്ട് നിർത്താൻ വേണ്ടി പറയാണേ. എന്താടാന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒന്നുമില്ല അച്ഛൻ, ഞാൻ വന്ന വിഷയം പറയാം. എന്നിട്ട് നമ്മുടെ ശരത്ത് കൊടുത്തിരിക്കുന്ന ആ 1 ലക്ഷം രൂപയുണ്ടല്ലോ, അത് അച്ഛന്റെ നേരെ നീട്ടുവാണേ. എന്താടാ ഇതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അച്ഛ ഇത് അച്ഛന്റെ പണമാണ്. എന്റെ പണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ അച്ഛ. അങ്ങനെ പണത്തിന്റെ കാര്യം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടേക്ക് പറന്നെത്തുന്നുണ്ട് കേട്ടോ. എന്ത് പണോ? അതെങ്ങനെയാണ് പണത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് മാത്രം നിന്റെ ചെവിയിൽ കേൾക്കുന്നത്? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നോക്ക് സച്ചി, ശ്രുതിയെ കുറിച്ചിട്ട് ഇങ്ങനെയൊന്നും പറയരുത്. ഒന്ന് പോ പാർലർ എടുത്തി, നിങ്ങൾ വെറുതെ അവനെ സപ്പോർട്ട് ചെയ്യുന്നു. പണം കേൾക്കുമ്പോഴേക്കും വായം പൊളിച്ച് നോക്കി നിൽക്കുന്നത് നിങ്ങൾ എന്നെ നോക്കി നോക്ക്. തുടർന്ന് രവി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഏത് പണമാടാ ഇത്? നീ എന്താ എന്റെ പണം എന്ന് പറയുന്നത്? അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വർഷയും പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അന്ന് ശ്രീകാന്തിന്റെ അമ്മായപ്പനുമായിട്ട് അച്ഛൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കേസ് എടുത്തില്ലേ? അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, അച്ഛനുമായിട്ട് കേസ് ഉണ്ടാക്കിയിട്ട് പെൻഷൻ തടഞ്ഞു വരുത്തിയതിന് പണം മേടിച്ചില്ലേ, ആ പണമാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് വിധി ആയതല്ലേ അച്ഛ, ആ പണം അച്ഛ അമ്മയുടെ കയ്യിൽ കൊടുത്തില്ലായിരുന്നോ എന്ന് ചോദിക്കണേ സച്ചി. ആ പണോടാ നിന്റെ അമ്മ പലിശ കെട്ടിക്കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയ കഥയൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അതെ അച്ഛ, ആ പണമാണ് ഇത്. ആ മോഷ്ടാവനെ പിടിച്ചു എന്നുള്ള കാര്യം ചന്ദ്രബോസ് ചോദിക്കുന്ന സമയത്ത് അതെ, അവൻ കാശ് തിരികെ
കൊണ്ടു തന്നു. ഒരു പോലീസുകാരൻ 4 വരട്ടിയപ്പോ അപ്പോഴേക്കും ശ്രുതിക്ക് സംശയം കേട്ടോ. എന്താ പറഞ്ഞത്, പോലീസുകാർ മേടിച്ചുകൊണ്ട് തന്നോ എന്നുള്ള കാര്യമോ, മോഷ്ടാക്കളിൽ നിന്ന് പോലീസ് അല്ലാണ്ട് പിന്നെ വേറെ ആരും പണം മേടിച്ചുകൊണ്ട് തരുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി ചോദിക്കുകയാണേ. എന്താടാ മുഴുവൻ പണം കിട്ടിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി ചോദിക്കുന്ന സമയത്ത് നിന്റെ കണ്ണിൽ പെടാത്തിടത്തോളം കാലം ഇത് മുഴുവൻ പണമായിട്ട് തന്നെ ഇരിക്കും. ആരാണ് ആ കള്ളൻ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഞാനെന്താ കള്ളന്മാരെ പിടിച്ചോണ്ട് നടക്കലാണോ എനിക്ക് പണി, ഏതോ ഒരുത്തൻ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പൊതുവെ ഇങ്ങനെ മോഷണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കാശും തിരികെ കിട്ടില്ല എന്നാണ് കാര്യം പറയാറ്. അപ്പോഴേക്കും സച്ചി, നിനക്ക് തന്ന കാശാണ് അങ്ങനെ വരാണ്ടിരിക്കുക. അച്ഛ, ഇത് എനിക്ക് പോലീസുകാരൻ അറിയുന്നതാണ്, അതുകൊണ്ടാണ് അവര് പണം മൊത്തം കൊണ്ടു തന്നത്. അപ്പോഴേക്ക് ശ്രുതി, ഇതൊന്നും അങ്ങനെ വിശ്വസനീയമായിട്ടുള്ള കാര്യം തോന്നുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത്, അന്ന് മലേഷ്യന്ന് മാമ വന്നില്ലേ, അവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യന്ന് വന്നതുപോലെ തോന്നില്ല, പക്ഷെ ഞങ്ങൾ വിശ്വസിച്ചില്ലേ. എന്തായാലും നല്ല കാര്യം, ഇത്രയും പെട്ടെന്ന് തന്നെ പണം തിരികെ കിട്ടില്ല എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. തുടർന്ന് വർഷ ചോദിക്കുന്നുണ്ട്, ആന്റി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തില്ലായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അന്നൊക്കെ ഞാൻ എങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാനാ, അന്നത്തെ എന്റെ അവസ്ഥ തന്നെ വേറെയായിരുന്നു. ആ പലിശക്കാരൻ എന്നെ പൂട്ടി വെച്ച് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതിന് ശേഷാണേ ചന്ദ്രമതി ഓർക്കുന്നത്, വർഷയ്ക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ, അത് പിന്നെ വലിയ പഞ്ചായത്തൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണേ. തുടർന്ന് ശ്രുതി വീണ്ടും പറയണേ, അങ്കിൾ ഇപ്പോഴത്തെ കാലത്ത് കംപ്ലൈന്റ് കൊടുത്താൽ തന്നെ ഇങ്ങനെ മോഷണം പോയ സാധനങ്ങളൊന്നും തിരികെ വരില്ല. കംപ്ലൈന്റ് കൊടുക്കാതെ തന്നെ എങ്ങനെ കാശ് ഇത്ര കറക്റ്റ് ആയിട്ട് തിരികെ കൊടുത്തത്, ഇതിൽ വേറെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാണേ. അപ്പോഴേക്കും വർഷയും ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയണേ, എന്റെ ഫ്രണ്ടിന്റെ വീട്ടില് റോബറി നടന്നു, അവര് കംപ്ലൈന്റ് കൊടുത്തിട്ട് തന്നെ 2 ഇയേഴ്സിന് മുകളിലായി, ഇപ്പം വരെ ആരാണെന്ന് കള്ള കാര്യം പോലും കണ്ടുപിടിച്ചില്ല. അതെ, ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു കള്ളനെ പിടിച്ചിട്ട് പണം തിരികെ വന്നത് ഞാൻ ഇപ്പോഴാ കാണുന്നതെന്ന് ശ്രുതിയും. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ചില കള്ളന്മാര് പെട്ടെന്ന് പിടിക്കപ്പെടും, അങ്ങനെ ചില കള്ളത്തരങ്ങൾ ചെയ്യുന്നവരുണ്ട്, പക്ഷെ പിടിക്കപ്പെടാണ്ട് ചുറ്റിക്കറിയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ലടാ കംപ്ലൈന്റ് കൊടുക്കാണ്ട് എങ്ങനെയാണ് കാശ് തിരികെ കിട്ടുന്നത്? അച്ഛ, ഇതിനെ കുറിച്ച് എനിക്കറിയുന്ന ഒരു പോലീസുകാരനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവര് കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പണം കൊണ്ടു തന്നത്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അതെങ്ങനെയാണ് അങ്കിൾ, അങ്ങനെ കള്ളനെ പിടിച്ചു കഴിഞ്ഞാലും കോർട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് പണം തിരികെ കിട്ടും. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിനക്ക് നല്ല നോളജ് ആണല്ലോ, പൊതുവെ ക്രിമിനൽസിനാണ് ഇത്രയും ഡീറ്റെയിൽസ് അറിയാം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അടി കിട്ടിയ പോലെയാണ്. തുടർന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ട് ലോയറാണ്, ഞങ്ങളും പഠിച്ചിട്ടൊക്കെ ഉണ്ട്. തുടർന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ, പഠിച്ചെന്ന് കരുതിയിട്ട് എല്ലാം അറിയണമെന്നൊന്നുമില്ല, ഇപ്പൊ പഠിച്ചെന്ന് കരുതിയിട്ട് ആർക്കെങ്കിലും വയ്യായിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് മരുന്ന് എഴുതി കൊടുക്കുവോ? തുടർന്ന് ചന്ദ്രമതി ചോദിക്കുന്നത്, ഇപ്പോ ആ കള്ളൻ എവിടെയുള്ളത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. പോലീസ് പണമല്ലേ തരുള്ളൂ, അല്ലാണ്ട് കള്ളനെ പിടിച്ചിട്ട് നമ്മുടെ കൈ തരുമോ? പോലീസ് നിനക്ക് അറിയുന്ന ആളല്ലേ, ഒരു തവണയെങ്കിലും എനിക്ക് ആ കള്ളനെ കാണണം എന്നുള്ള കാര്യം പറ. നീ എന്തിനു കള്ളനെ കാണണം എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി ചോദിക്കുന്ന സമയത്ത്, അന്ന് എന്റെ ബാഗ് പിടിച്ച് പറിക്കുന്ന സമയത്ത് എന്റെ കൈ പിടിച്ച് തിരിച്ചായിരുന്നു, ഇപ്പോഴും അടയാളം അങ്ങനെ തന്നെ ഉണ്ട്. എടാ, അവനെ നീ എന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവാ, ആ കള്ളനെ ചെരുപ്പോണ്ട് അടിച്ചാൽ മാത്രമേ എന്റെ ദേഷ്യം തീരുള്ളൂ. അവനെ സെല്ലിട്ടിട്ടുണ്ട്, അവനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പറയണേ ചന്ദ്രന്റെ അടുത്ത്. എടാ എന്താടാ, ഇന്ന് നിന്റെ ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞു ജയിലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, നീയും എന്റെ അടുത്ത് ജയിലിലേക്ക് പോകാൻ വേണ്ടി പറയുന്നു. എന്നെ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? തുടർന്ന് സച്ചി അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛ, ഇത് അച്ഛൻ സമ്പാദിച്ച പണമാണ്, ഇവളുടെ അച്ഛനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയിപ്പിച്ചതിന്റെ നഷ്ടപരിഹാരമായിട്ട് കിട്ടിയ അച്ഛന്റെ പണം. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എടാ എന്താടാ ഇത്, അവളുടെ മുമ്പിൽ വെച്ചിട്ട് അവളുടെ അച്ഛനെ എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും, ഇറ്റ്സ് ഓക്കെ ആന്റി, എന്റെ അച്ഛൻ തെറ്റ് ചെയ്തില്ലേ, അച്ഛന്റെ പണം അച്ഛന്റെ കയ്യിലേക്ക് തന്നെ വന്നു, അച്ഛൻ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കുവാണ്. ഇനിയെങ്കിലും ഇത് ആരുടെയും കയ്യിലേക്ക് കൊടുക്കരുത്, ഭദ്രമായിട്ട് വെക്കണം. നമ്മൾ അധ്വാനിച്ച പണം നമ്മുടെ കൈ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല, ദൈവം ഒരു തവണയും കൂടി അത് തെളിയിച്ചു. ഇത് അച്ഛന്റെ സേഫ്റ്റിക്ക് ബാങ്കിൽ ഇട്ടിട്ട് അച്ഛൻ തന്നെ വെക്കണം, പഴയതുപോലെ അമ്മയുടെ കയ്യിൽ കൊടുക്കരുത്, വീണ്ടും അത് തൊലച്ചു കളയും, ഇല്ലെങ്കിൽ ഇത് വാങ്ങാൻ വേണ്ടിട്ട് ഒരുത്തൻ ചുറ്റിക്കറങ്ങുന്നുണ്ട്. എടാ, നീ ആരെ കുറിച്ചാണ് പറഞ്ഞെന്നുള്ള കാര്യം ശ്രദ്ധിച്ചു ചോദിക്കുമ്പോ, പറഞ്ഞപ്പോഴേക്കും നിനക്കത് കൊണ്ടുവല്ലേ, അപ്പൊ ആരാന്നുള്ള കാര്യം നീ തന്നെ മനസ്സിലാക്കിക്കോ. അതൊക്കെ ഇരിക്കട്ടെ, അച്ഛന്റെ കയ്യിൽ പണം സൂക്ഷിച്ചു വെച്ചോ, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രവി ആ പണമായിട്ട് പോകുമ്പോ അവൻ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, പണം എന്റെ കയ്യിൽ നിന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഈ പണമെങ്കിലും ഞാൻ ഭദ്രമായിട്ട് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആകെ ചമ്മി നാറുന്നു.